ആ എൻ്റെ ഫ്രാൻസിസ് ഇതിപ്പോ ഇത്ര ചോദിക്കേണ്ട, എല്ലാ ഐറ്റംസും വേണമെന്ന്. എൻ്റെ അനിയൻ ചെക്കൻ്റെ കെട്ടല്ലേ, ഒന്നിനും കുറവുണ്ടാവരുത്. ആ കാശിൻ്റെ കാര്യം നീ വിട്ടോ, അത് നമുക്കൊരു പ്രശ്നമില്ലാന്ന്. പ്ലേറ്റിന് എത്രയെന്ന്? ഇതെന്തൊരു സ്വർണ്ണത്തിന്റെ പ്ലേറ്റാ? നീ വെച്ചിട്ട് പോയേ, ഇവിടെ കേറ്ററിംഗ് നടത്തുന്ന വേറെ ടീംസ് ഉണ്ട്. ആ ഇനിയിപ്പോ വളഞ്ഞു കുത്തി നിൽക്കുക, ശരിയാക്കി വരുന്നത് തന്നെ. അല്ല ഒന്ന് അനങ്ങിച്ചീടാ, ഇന്നത്തോടെ പണി തീർത്തില്ല. അമ്മച്ചിയാണ് നിന്റെ വാൽറ്റൂബിയോ. നിന്നോട് ഞാൻ ഗേറ്റിന് അടിക്കാനല്ലേ പറഞ്ഞത്. ജോഷി വിളിച്ചു നോക്കാം, കുറച്ച് കാശ് പീറ്ററേട്ടാ, പിള്ളേർക്ക് ഇന്ന് കൂലി കൊടുക്കണോ? കൊടുക്കാലോ. അല്ല 25,000 കണക്ക് തീർത്താ തീർക്കാലോ. മാനേജറെ ഈ മേസ്ത്രിയുടെ കണക്കെടുത്തേ. 2012 ജൂൺ 12 മേടിച്ച് 20,000 രൂപ. 1000 രൂപ വെച്ച് തിരിച്ചടച്ച 6 തവണ. അപ്പൊ എത്ര അടവ്? 20,000 രൂപയ്ക്ക് 7 വർഷവും 3 മാസവും 10% പലിശയ്ക്ക് 15,225 രൂപ പലിശ. അതിലെത്ര അടച്ചു പറഞ്ഞേ? 6,000. 6,000. 15ഉം 20ഉം 35,225 രൂപയിൽ 6,000 കഴിച്ച് 29,225 കൂലി 25,000 കഴിച്ച് ബാക്കി 4,225 രൂപ എപ്പ തരും? കുറച്ച് സമയം കൂടി വേണം. നല്ലോണം നീ എന്തൊട്ട് പഠിച്ചു പറഞ്ഞ? MBA. കാലം ഇവർക്കൊന്നും പണിയെടുക്കാൻ ഒരാളും ഇല്ലല്ലോ എന്റെ ദൈവമേ. മാമനെ ഇതിപ്പ കാണിച്ചേരാ. ആഹാ വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോട്ട്. നിങ്ങൾ ഇതുവരെ ചത്തില്ലേ? ഏതാണെന്നറിഞ്ഞി എന്നെ മനസ്സിലായില്ല? ഞാൻ നീരജ്, നാട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എവിടെ എവിടെ നമ്മുടെ കല്യാണച്ചക്കൻ? എനിക്ക് അവനെ ഞെട്ടിക്കണം. ഇത് പിടിച്ചോ. ഒന്നുകൂടി പൂശിയാലോ പെയിന്റ്? ഈ ചേച്ചിക്ക് ചേട്ടനേക്കാളും കളറുണ്ടല്ലോ. വീട്ടക്ക് എല്ലാം നിന്റെ ഭാഗ്യടാ. അള്ളിയ എന്റെ പൊന്നോങ്ങടും അങ്ങ് താടിയൊക്കെ വെച്ച് തടിച്ചടാ നീ. നീ എന്നെ ഉണ്ടാക്കിയതല്ലേ, എന്നാലും ഞാൻ വന്നില്ലടാ. ഞെട്ടി കള്ളം. ചൈത്തായിട്ടോ. എന്നിട്ട് വയറൊക്കെ ചാടിയില്ല കൊച്ചുണ്ടായത്. എടാ ജോൺ എവിടെയാ? കെട്ടിന്റെ വരും. കെട്ടിന്നോ? എടാ ജോൺ ആരടാ? നമ്മളെ ചങ്ക്. അവനിപ്പോ വരണം, എന്നാലേ ഒരു ആഘോഷമുള്ളൂ. നീ അവിടെ ഇരുന്നേ, ഞാൻ വിളിക്കാടവനെ. തലേന്ന് വരാൻ പറ. തലേന്നോ? അവനിപ്പോ വരണം, ഇന്ന് വരണം. ഇവന് നീ സാധനത്തിന് വിളിച്ച് എവിടെങ്കിലും പൊക്കോ, അല്ലെങ്കിൽ ഇവിടെ കെട്ടിന് മുമ്പ് ഒരു കൊല നടക്കും. എന്ത് തേങ്ങ ഛർദ്ദിച്ചേണ്ടി. നമ്മളെവിടേക്കാ? കാലടി. കാലിന്റെ കാലടിക്കുന്നു. അതെന്തിനപ്പ അങ്ങോട്ട്? നീയല്ലേ പറഞ്ഞ ജോണിനെ കാണുന്നു. ജോണിപ്പ എവിടെയാ? അതായാലും പൊളിച്ച്. ലാസ്റ്റ് അവനെ എന്റെ കല്യാണത്തിനാണ്. നീ എന്താ എന്റെ കല്യാണത്തിന് വേണ്ടത്? തിരക്കായിരുന്നു. നീ ഇളക്കണ്ട. പണ്ട് സ്കൂളില് ജോൺ ഉണ്ടാക്കണ എല്ലാ പ്രശ്നങ്ങളും നീ ഞാനും അല്ലേ പോയി തീർക്കാറ്? ജോണാ എല്ലാ അലമ്പും നീയല്ലേ ഉണ്ടാക്കാറ്? ഓണാഘോഷം, വയനാട് ടൂറ്, രാഗം തിയേറ്ററിൽ അടിപിടി, എല്ലാ അടിയും പിടിച്ചു വാങ്ങിച്ചിട്ട് വരും അവൻ.
അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ? അയ്യോ ഇവിടെ നിന്ന് കുറുകോട്ട് ചെന്നോട്ട് അടി മേടിക്കണം. ശേഷം മോനെ ഇത് കണ്ടോ? ചോര വരുന്നത് കണ്ടില്ലേ മാഷെ? ഇവന്മാരൊന്നും സ്റ്റുഡൻസ് അല്ല, ഗുണ്ടകളാ. നീ ഓമാരുടെ കൂടെ കൂടിയോ? ഇല്ല. സംസർഗാതി ഗുണദോഷ. ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ട ഗുണം അച്ചടക്കമാണ്. ചില മരത്തലയന്മാർക്ക് അതിന്റെ വില മനസ്സിലാവില്ല. കുറച്ച് പാടുപെടേണ്ടി വരും. എന്നാലും പഠിപ്പിച്ചല്ലേ പറ്റൂ. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തിരിയില്ല. അയ്യോ കർത്താവേ, നിർത്തി പൊരിക്കാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എടാ ശങ്കരൻ സൈക്കോടാ, ഈ വെയിലത്തുനിന്ന് എന്റെ കളറൊക്കെ ആകെ പോവും. അവന്റെ ഒരു കളറ് നീയും പാർത്തനും തമ്മിൽ എന്തായിരുന്നു അലമ്പ്? എടാ ഒന്നുമില്ല, അത് ഇവൻ തുടങ്ങിയായിരിക്കും. പെണ്ണേഴ്സായിരുന്നല്ലേ? ഇവിടെ നിർത്തറ, ബാക്കിയുള്ളവരെന്നെ എന്തുള്ളിൽ വിളിച്ചോട്ടെ. താറ വാ നോക്കി പെൺകോന്തൻ, പക്ഷെ നിങ്ങളും കൂടി. ആ അപ്പൊ അത് പെണ്ണേഴ്സ് തന്നെ. എനിക്കറിയായിരുന്നു. അയ്യോ കാല് വേനിക്കണേ കാല്. വൃത്തികേടാ കാണിക്കണേ. വൃത്തികേടാണോ? ആ ഇപ്പം മാറിയില്ലേ? ആ പെണ്ണും പിള്ള എരുതിയിൽ എണ്ണ വെച്ചോണ്ടല്ലേ ശങ്കരമാഷ നമ്മളെ വെയിൽ തുണക്കാട്ടത്. അതിനൊരു പണി കൊടുത്തേ പറ്റുള്ളൂ. അവരുടെ മോനടിച്ച് പഞ്ഞിക്കിട്ട് കഴിഞ്ഞാ അവർക്ക് പിന്നെ ദേഷ്യം ഉണ്ടാവില്ലേ? ആണോ? ഒന്നുമില്ല, അവരെ നമ്മുടെ ടീച്ചറല്ലേ? ഞാൻ മാച്ചളഞ്ഞേ. ടീച്ചർ മറ്റേതാണ്ടാ മറ്റേത്. ഇവനൊന്നും പറഞ്ഞു മനസ്സിലാവില്ല കേട്ടോ. ഇവിടെ വന്നേ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. വേദവ്യാസന്റെ ഈ ഗുരുഗീതം സ്കന്ദപുരാണത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. മഹാദേവനായ ശിവൻ പാർവതിയോട് പറയുകയാണ്, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ചേർന്ന പരബ്രഹ്മമാണ് ഗുരു. അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമിക്കുന്നു.